നീളത്തിന്റെ വിവിധ യൂണിറ്റുകളാണ് ഇനി നമുക്ക് പറയാനുള്ളത് കേട്ടോ. നീളത്തിന്റെ SI യൂണിറ്റ് മീറ്റർ ആകുന്നു, അത് നമുക്കറിയാലേ. നീളത്തിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? മീറ്റർ ആണ്. ജസ്റ്റ് നമുക്കൊന്ന് അടയാളപ്പെടുത്തി പോവേ. നീളത്തിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? മീറ്റർ ആണ് കേട്ടോ. ഓക്കെ, നീളത്തിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? മീറ്റർ ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ എന്ത് കൊടുത്തു? മീറ്റർ. ഇതിന്റെ പ്രതീകമാണ് M. അത് നമുക്കറിയാലോ, ഇതിന്റെ പ്രതീകമാണ് എന്തെന്ന് പറയുന്നത്? M. നീളത്തിന്റെ മറ്റ് യൂണിറ്റുകളാണ് സെന്റിമീറ്റർ എന്ന് പറയുന്നത്, മില്ലിമീറ്ററും കിലോമീറ്റേഴ്സും. അതും നമുക്കറിയാവുന്നതാണ് അല്ലെ. ഇനി ഇവിടെ ഒരു മീറ്റർ സ്കെയിൽ കൊടുത്തിട്ടുണ്ട്. മീറ്റർ സ്കെയിലാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. ഇനി നിങ്ങളോട് ചോദിച്ചേക്കുന്ന കാര്യം എന്താണ്? ഇതുമായിട്ട് ബന്ധപ്പെട്ട് 2 പോയിന്റ്സ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആ പോയിന്റ്സ് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അടുത്തടുത്ത 2 വലിയ വരകൾക്കിടയിലുള്ള ദൂരം സെന്റിമീറ്റർ ആണ്. അപ്പൊ മിസ് ഇവിടെ കാണിച്ചു തരാം. ഇവിടെ 4ഉം 5ഉം വലിയ 2 വരകളാണ് അല്ലെ. 4ന്റെയും 5ന്റെയും അടുത്ത് കിടക്കുന്ന വലിയ 2 വരകളാണ്. ഈ 2 വരകൾക്കിടയിലുള്ള ദൂരം എന്ന് പറയുന്നത് എന്താണ്? 1 സെന്റിമീറ്റർ ആണ് കേട്ടോ. ചെറിയ വരകൾക്കിടയിലുള്ള ദൂരം 1 മില്ലിമീറ്ററുമാണ്. ഇവിടെ കുഞ്ഞു കുഞ്ഞു വരകൾ കണ്ടോ മക്കളെ? ഇതിന്റെ ഇടയിൽ കൂടെ കുഞ്ഞു കുഞ്ഞു വരകൾ കണ്ടോ? ഇവർ 2 വരകൾ തമ്മിലുള്ള ഇടയിലുള്ള ദൂരം എന്ന് പറയുന്നത് എന്താണ്? 1 മില്ലിമീറ്ററുമാണ്. ഇനി നെക്സ്റ്റ് അടുത്ത് നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, 1 മീറ്റർ എന്ന് പറയുന്നത് എത്ര സെന്റിമീറ്റർ ആണ്? 1 മീറ്റർ എന്ന് പറയുന്നത് എത്ര സെന്റിമീറ്റർ ആണ്? ജസ്റ്റ് ഒന്ന് നിങ്ങൾ പറഞ്ഞിടാ. 1 മീറ്റർ എന്ന് പറയുന്നത് എത്ര സെന്റിമീറ്റർ ആണ്? നമുക്കറിയാലേ 1 മീറ്റർ എന്ന് പറയുന്നത് എത്ര സെന്റിമീറ്റർ ആണ്? പറഞ്ഞു നോക്കിക്കേ. 1 മീറ്റർ എന്ന് പറയുന്നത് എത്ര സെന്റിമീറ്റർ ആണ്? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. അതിനുശേഷം നിങ്ങൾ എഴുതാം കേട്ടോ. 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ ആണ്. എത്ര സെന്റിമീറ്റർ ആണ്? 100 സെന്റിമീറ്റർ ആണ്. ഇനി നെക്സ്റ്റ് അടുത്ത് എന്താ പറഞ്ഞേക്കുന്നത്? 1 സെന്റിമീറ്റർ. ഇപ്പൊ നമ്മൾ 1 മീറ്ററിന്റെ സ്കെയിൽ എടുത്തു കഴിഞ്ഞാൽ എവിടെ വരെ അളവുണ്ടാവും? 100 സെന്റിമീറ്റർ വരെ അളവുണ്ടാവും കേട്ടോ. അടുത്ത് നോക്കിക്കേ മക്കളെ, 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് എത്ര മില്ലിമീറ്റർ ആണ്? 10 മില്ലിമീറ്റർ ആണ്. അടുത്ത എന്താണ്? 1 മീറ്റർ എന്ന് പറയുന്നത് എത്ര മില്ലിമീറ്റർ ആണെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എത്ര മില്ലിമീറ്റർ ആണ്? 1000 മില്ലിമീറ്റർ ആണ് കേട്ടോ. എത്ര മില്ലിമീറ്റർ ആണ്? 1000 മില്ലിമീറ്റർ ആണ്. ഇനി ചോദിച്ചേക്കുന്നത്, ഇതിലും ചെറിയ അളവുകൾ നമ്മൾ ഉപയോഗിക്കേണ്ട സന്ദർഭമൊക്കെ വരാറുണ്ട് അല്ലെ. അപ്പൊ നിരോധിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. 30/10/2022 മുതൽ മുനിസിപ്പാലിറ്റി പരിധിയിലുള്ള കടകളിൽ 30 മൈക്രോണിനും താഴെയുള്ള പ്ലാസ്റ്റിക് കവറുകളുടെ വിൽപ്പന എന്ത് ചെയ്തിട്ടുണ്ട്? നിരോധിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് ഒരു പോയിന്റ്. ഈ പോയിന്റ് ആണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത്. മൈക്രോൺ എന്നത് മൈക്രോമീറ്ററിന്റെ ചുരുക്കപ്പേരാണ്. മൈക്രോൺ എന്ന് പറയുന്നത് എന്തിന്റെ ചുരുക്കപ്പേരാണ്? മൈക്രോമീറ്ററിന്റെ. അപ്പൊ 1 മീറ്റർ എന്ന് പറയുന്നത് 10 ലക്ഷം മൈക്രോമീറ്റർ ആണ്. 1 മീറ്റർ എന്ന് പറയുന്നത് എത്ര ലക്ഷമാണ്? 10 ലക്ഷം മൈക്രോമീറ്റർ ആണ്. റെഡിയാണോ? ഇനി ഇതിന്റെ ഇംഗ്ലീഷോട് നമുക്ക് ഒന്ന് നോക്കി വരാട്ടോ മക്കളെ. അപ്പൊ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ ഡിഫറെന്റ് യൂണിറ്റ് ഓഫ് ലെങ്ത് ആണ് കേട്ടോ. SI യൂണിറ്റ് ഓഫ് ലെങ്ത് ഈസ് മീറ്റർ. ഈ സിമ്പിൾ ഈസ് എന്താണ്? M അല്ലെങ്കിൽ മീറ്റർ ആണ് ഇതിന്റെ സിമ്പിൾ എന്ന് പറയുന്നത്. സ്മോൾ ലെറ്റർ M ആണ്, ശ്രദ്ധിക്കണം കേട്ടോ. ഇനി പറഞ്ഞിട്ടുണ്ട് സെന്റിമീറ്റർ, മില്ലിമീറ്റർ, കിലോമീറ്റർ ആർ അതർ യൂണിറ്റ്സ് ഓഫ് ലെങ്ത്. അറിയാലേ, യൂണിറ്റിന് നമ്മുടെ ലെങ്ത്തിന്റെ മറ്റു യൂണിറ്റുകളാണ്. കുറച്ചുകൂടെ വലുതും ചെറുതുമായിട്ടുള്ള യൂണിറ്റുകളാണ്. ഇനി അടുത്ത് എന്താ നോക്കിയേ മക്കളെ, ഇവിടെ ഒരു മീറ്റർ സ്കെയിൽ കൊടുത്തിട്ടുണ്ട്. ഈ സ്കെയിലുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റ്സ് എന്തൊക്കെയാ നോക്കിയാലോ? ഇത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിൾ പോയിന്റ്സ് ആണ്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് ലാർജ് ലൈൻസ് ഈസ് 1 സെന്റിമീറ്റർ. അപ്പൊ ഇവിടെ വലിയ 2 ലൈൻസിന്റെ ഇടയിലുള്ള ആ ഒരു ദൂരത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? 1 സെന്റിമീറ്റേഴ്സ് എന്ന് പറയുന്നത്. 1 എന്താണ്? സെന്റിമീറ്റേഴ്സ്. ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്മോൾ ലൈൻസ് 1 മില്ലിമീറ്റേഴ്സ്. ചെറിയ ലൈൻസിന്റെ ഇടയിലുള്ളതിന് നമ്മൾ എന്താ പറയുന്നത്? ഡിസ്റ്റൻസ് നമ്മൾ എന്താ പറയുന്നത്? 1 മില്ലിമീറ്റേഴ്സ് എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി ഇത് കംപ്ലീറ്റ് ഈ റിലേഷൻഷിപ്പ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. കംപ്ലീറ്റ് ചെയ്യാലോ. 100 മീറ്റർ എന്ന് പറയുന്നത് എത്ര സെന്റിമീറ്റർ ആണ്? 1000 സെന്റിമീറ്റർ ആണ്. 1 സെന്റിമീറ്റർ എന്ന് പറയുന്നത് എത്ര മില്ലിമീറ്റർ ആണ്? 10 മില്ലിമീറ്റർ ആണ്. 1 മീറ്റർ എന്ന് പറയുന്നത് 1000 മില്ലിമീറ്റേഴ്സ്. ഇവിടെ എന്താ? പ്രൊഹിബിറ്റഡ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? 30 മൈക്രോണിനേക്കാളും കുറവുള്ളത് ഉപയോഗിക്കാൻ പാടില്ല. മുനിസിപ്പാലിറ്റി അത് എന്ത് ചെയ്തിട്ടുണ്ട്? നിരോധിച്ചിട്ടുണ്ട് എന്നാ പറയുന്നത് അല്ലെ. ഇനി മൈക്രോൺ എന്ന് വെച്ചാൽ എന്താണ്? മൈക്രോമീറ്ററിന്റെ ചുരുക്കിയ എഴുത്താണ് എന്തെന്ന് പറയുന്നത്? മൈക്രോൺ എന്ന് പറയുന്നത് കേട്ടോ. 1 മീറ്റർ എന്ന് പറയുന്നത് 10 ലക്ഷം മൈക്രോമീറ്റർ ആണ്. എത്ര ലക്ഷമാണ്? അടുത്ത എന്താ പറഞ്ഞേക്കുന്നത് നോക്കാം അല്ലെ. മീറ്ററിനേക്കാളും വലിയ യൂണിറ്റുകൾ ഉപയോഗിക്കേണ്ട സന്ദർഭങ്ങൾ ഉണ്ടല്ലോ. ഉണ്ടല്ലേ, മീറ്ററിനേക്കാളും വലിയ യൂണിറ്റുകൾ നമ്മൾ ഉപയോഗിക്കേണ്ട സന്ദർഭങ്ങളുണ്ട്. റോഡ് അരികിലുള്ള ഈ സൈൻ ബോർഡിൽ കിലോമീറ്റർ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് കിലോമീറ്റർ അല്ല KM എന്നാണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് കിലോമീറ്റർ എന്നതിന്റെ പ്രതീകമാണ്. അപ്പൊ 1 കിലോമീറ്റർ എന്ന് പറയുന്നത് എത്ര മീറ്റർ മക്കളെ? 1 കിലോമീറ്റർ എന്ന് പറയുന്നത് എങ്ങനെയാണ് ചോദിച്ചേക്കുന്നത്? 1 കിലോമീറ്റർ എന്ന് പറയുന്നത് എത്ര മീറ്റർ ആണ് എന്ന് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ എത്ര മീറ്റർ ആയിരിക്കും? 1000 മീറ്റർ ആയിരിക്കും. എത്ര മീറ്റർ ആണ്? 1000 മീറ്റർ ആയിരിക്കും. ഈ നെക്സ്റ്റ് അടുത്ത് എന്താ പറഞ്ഞേക്കുന്നത്? ഇതിനേക്കാളും വലിയ യൂണിറ്റിലോട്ട് നമ്മൾ പോവാണ് കേട്ടോ. ഇപ്പൊ പറഞ്ഞ കിലോമീറ്റേഴ്സിനേക്കാളും ഒക്കെ വലിയ യൂണിറ്റിലോട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ.
ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നത് ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ശരാശരി ദൂരമാണ്. മക്കളെ ശ്രദ്ധിച്ചു വെക്കണേ. എന്താ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്? AU എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ശരാശരി ദൂരമാണ് കേട്ടോ. ഏകദേശം 15 കോടി കിലോമീറ്റേഴ്സ് ഉണ്ട് കേട്ടോ. ഒരു വർഷം കൊണ്ട് പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം. ഒരു വർഷം കൊണ്ട് പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്ന ദൂരമാണ് പ്രകാശവർഷം കേട്ടോ. ഒരു സെക്കൻഡിൽ ഏകദേശം 3 ലക്ഷം കിലോമീറ്റേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? സഞ്ചരിക്കുന്ന വേഗതയിൽ, സ്പീഡിൽ അത് എന്ത് ചെയ്യുന്നുണ്ട്? സഞ്ചരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. അതിന്റെ ഇംഗ്ലീഷോട് ജസ്റ്റ് ഒന്ന് വായിച്ചു പോയേക്കടാ. അപ്പൊ ഇംഗ്ലീഷ് എന്താ പറഞ്ഞേക്കുന്നത് നോക്കിക്കേ. ഇതാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. എന്താ കൊടുത്തേക്കുന്നത്? ദ അബ്രിവേഷൻ ഓഫ് KM. KM എന്ന് പറയുന്നത് ആരുടെ ചുരുക്കെഴുത്താണ്? കിലോമീറ്ററിന്റെ ചുരുക്കെഴുത്താണ്. 1 കിലോമീറ്റർ എന്ന് പറയുന്നത് എത്ര മീറ്റർ ആണ്? 1000 മീറ്റർ ആണ് 1 കിലോമീറ്റർ എന്ന് പറയുന്നത്. അടുത്ത ഇവിടെ സ്കെയിൽ കൊടുത്തിട്ടുണ്ട് അല്ലെ. സ്കെയിൽ എന്താ പറഞ്ഞേക്കുന്നത്? സ്കെയിൽ ഓഫ് സോളാർ സിസ്റ്റം. സോളാർ യൂണിറ്റ് ഈസ് ദ ആവറേജ് ഡിസ്റ്റൻസ് ഫ്രം ദ എർത്ത് ആൻഡ് സൺ. നമ്മുടെ സോളാർ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ എർത്തിൽ നിന്ന് സൂര്യനിലേക്കുള്ള അവര് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഏകദേശം എത്ര മില്യൺ വരുന്നുണ്ട്? 150 മില്യൺ കിലോമീറ്റേഴ്സ് വരുന്നുണ്ട്. ലൈറ്റ് ഇയർ. ഇനി എന്താണ് ലൈറ്റ് ഇയർ എന്നാണ് പറയുന്നത്? ഡിസ്റ്റൻസ് ലൈറ്റ് ട്രാവൽ ഇൻ ദ ഇയർ ഇൻ വാക്കം. ഒരു ഇയറില് നമ്മുടെ വായുവിലൂടെ എത്രമാത്രമാണോ ലൈറ്റ് ട്രാവൽ ചെയ്തത് അതിനെയാണ് നമ്മൾ എന്ത് ഇയർ എന്ന് പറയുന്നത്? ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. ലൈറ്റ് ട്രാവൽ അറ്റ് ദ സ്പീഡ് ഓഫ് അപ്രോക്സിമേറ്റ്ലി 3 ലാക്ക്. എത്ര ലാക്കാന്ന് പറഞ്ഞേക്കുന്നത്? 3 ലാക്ക്. ജസ്റ്റ് യൂണിറ്റോട് ഒന്ന് നോക്കി വെച്ചോട്ടോ. KM കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. റെഡിയാണോ? അപ്പൊ അടുത്ത സെക്ഷനിലോട്ട് പോവാവേ. നെക്സ്റ്റ് അടുത്ത് നമ്മൾ പറയുന്നത് മാസിന്റെ വിവിധ യൂണിറ്റുകളാണ് കേട്ടോ. കടയിൽ ആപ്പിൾ തൂക്കുന്നതിന്റെ ചിത്രം ശ്രദ്ധിക്കൂ. ഒരു തട്ടിൽ തൂക്കക്കെട്ടി വെച്ചതിന് ശേഷമാണല്ലോ തൂക്കം കണക്കാക്കുന്നത്. അതെ അല്ലെ. അപ്പൊ നോക്കിയ മക്കളെ, ഈ തൂക്കക്കെട്ടി വെച്ചിരിക്കുന്നത് എന്തിനാണ്? ഈ തൂക്കക്കെട്ടിയിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ സെയിം അളവിൽ വേണം നമുക്ക് എന്തെടുക്കാൻ? ഇവിടെ ആപ്പിൾ എടുക്കാൻ. അതിനു വേണ്ടിയാണ് ഇവിടെ എന്ത് വെച്ചേക്കുന്നത്? തൂക്കക്കെട്ടി വെച്ചേക്കുന്നത്. തൊട്ട് താഴെ പറയുന്നുണ്ട് കേട്ടോ. ഇതാ, തൂക്കക്കെട്ടിയിലെ ദ്രവ്യത്തിന്റെ അളവിന് തുല്യമായ അളവിൽ ആപ്പിൾ എടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി എന്താ മാസ് എന്ന് ശ്രദ്ധിച്ചോട്ടോ. മാസ് എന്താണെന്നാണ് നമ്മൾ പറയുന്നത്. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് അതിന്റെ മാസ്. അപ്പൊ എന്താണ്? ഒരു വസ്തുവിൽ എത്രമാത്രം ദ്രവ്യം അടങ്ങിയിട്ടുണ്ടോ ആ അളവിനെയാണ് അതിന്റെ എന്തെന്ന് പറയുന്നത്? മാസ് എന്ന് പറയുന്നത്. ഇതിന്റെ എന്തെന്ന് പറയുന്നത്? മാസ് എന്ന് പറയുന്നത്. ഇനി ഇംഗ്ലീഷ് നമുക്കൊന്ന് നോക്കാവേ. ഇവിടെ ഡിഫറെന്റ് യൂണിറ്റ്സ് ഓഫ് മാസ് എന്നാണ് നമ്മൾ ഇംഗ്ലീഷ് പറയുന്നത്. അപ്പൊ ഇവിടെ എന്തെടുത്തിട്ടുണ്ട്? ലുക്ക് അറ്റ് ദിസ് പിക്ചർ ഓഫ് ദ weight of apples in a shop. Their weight is measured by the placing weight blocks on one side of the scale. അപ്പൊ ഇവിടെ എന്ത് വെച്ചിട്ടുണ്ട്? വെയിറ്റ് എടുക്കുന്ന ബ്ലോക്സ് വെച്ചിട്ടുണ്ട് അല്ലെ. വെയിറ്റ് ബ്ലോക്സ് വെച്ചിട്ടുണ്ട്. ഇതാണ് വെയിറ്റ് ബ്ലോക്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇത് എന്തിനാ വെച്ചേക്കുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ. ദിസ് ഈസ് ഡൺ ടു എൻഷുർ ദാറ്റ് ദ ആപ്പിൾസ് ടേക്കൺ ഹാവ് ദ സെയിം മാസ് ഓഫ് വെയിറ്റ് ഓഫ് ബ്ലോക്ക്. അപ്പൊ വെയിറ്റ് ഓഫ് ബ്ലോക്കിന്റെ അത്രയും മാസ് തന്നെ എന്തെടുക്കാൻ വേണ്ടിയിട്ടാണ്? ആപ്പിൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി എന്താണ് മാസ് എന്നാണ് പറയുന്നത്? ദ എമൗണ്ട് ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ് ഇൻ ദ സബ്സ്റ്റൻസ് ഈസ് ഇറ്റ്സ് മാസ്. അപ്പോൾ ഒരു സബ്സ്റ്റൻസിൽ എത്രമാത്രം അതിൽ എമൗണ്ട് ഓഫ് മാറ്റർ അടങ്ങിയിട്ടുണ്ടോ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മാസ് എന്ന് പറയുന്നത് കേട്ടോ. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മാസ് എന്ന് പറയുന്നത്. ഇനി മാസുമായിട്ട് ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങളാണെന്ന് നോക്കാം കേട്ടോ. ഓക്കെ, എന്താണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്? അപ്പൊ ഇവിടെ മാസിൽ എന്താ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഇവിടെ 2-3 പിക്ചറൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ ഇതിൽ എന്താ രേഖപ്പെടുത്തിയിരിക്കുന്നത് നോക്കിയേ മക്കളെ. ഇവിടെ 10 kg എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 10 kg ആണ്. ഇത് 1 kg ആണ്. ഇത് എത്ര kg ആണ്? 10 ഗ്രാമിന്റെ ആണ് അല്ലെ. ഇവരുടെയൊക്കെ ഈ ബ്ലോക്സിന്റെ ഒക്കെ വെയിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 10 ഉണ്ട്, 1 ഉണ്ട്, 10 ഗ്രാം ഉണ്ട് അല്ലെ. എന്താണ് ഇങ്ങനെ രേഖപ്പെടുത്താനുള്ള കാരണം? നോക്കാട്ടോ. മാസിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ്. മാസിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? കിലോഗ്രാം ആണ്. KG എന്നാണ് അതിന്റെ സിമ്പിൾ. KG എന്നാണ് അതിന്റെ സിമ്പിൾ എന്ന് പറയുന്നത്. ഇനി നോക്കിയോ മക്കളെ, ഇവിടെ 2 ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ആണ് പേസ്റ്റ് ആണ്. ഇവിടെ എന്താ G എന്ന് കൊടുക്കാനുള്ള കാരണം എന്താ മക്കളെ? ഇവിടെ എന്താ കൊടുത്തേക്കുന്നത്? G എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ. എന്ത് കൊടുത്തിട്ടുണ്ട്? G എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നോക്കിയോ മക്കളെ, ഇവിടെ എന്തായിരിക്കും G എന്ന് കൊടുക്കാൻ? G എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാകണ്ടോ? G എന്ന് ഉദ്ദേശിക്കുന്നത് കൊണ്ടുള്ള കാരണം എന്താണ്? ഇത് ഗ്രാം ആണ്. എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഗ്രാം ആണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് mg. ഈ ഗുളികയെ കൊടുത്തേക്കുന്ന കാര്യം എന്താണ്? mg. mg എന്ന് വെച്ചാൽ എന്താണ്? മില്ലിഗ്രാം ആണ് കേട്ടോ. ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മില്ലിഗ്രാം, ഗ്രാം എന്നിവ മാസിന്റെ ചെറിയ യൂണിറ്റുകളാണ്. അപ്പൊ നമ്മൾ ആദ്യം പഠിച്ചെന്താണ്? മാസിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ്. അതിനേക്കാളും ചെറിയ യൂണിറ്റ് ആണ് മില്ലിഗ്രാം എന്ന് പറയുന്നതും ഗ്രാം എന്ന് പറയുന്നതും. അടുത്ത് എന്താ പറഞ്ഞേക്കുന്നത് നോക്കിയേ. 1 ഗ്രാം എന്ന് പറയുന്നത് 1000 മില്ലിഗ്രാം ആണ്. 1 ഗ്രാം എത്ര മില്ലിഗ്രാം ആണ്? 1000 മില്ലിഗ്രാം ആണ്. മാസിന്റെ വലിയ
യൂണിറ്റുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. ലോറിയിലും ഭാരം കയറ്റിക്കൊണ്ട് വരുന്നത് കണ്ടിട്ടില്ലേ? ഇത്തരം അളവുകളാണ് വലിയ ഇത്തരം അളവുകൾ ഏത് യൂണിറ്റിലാണ് നമ്മൾ പ്രസ്താവിക്കുന്നത്? നമുക്കറിയാം അല്ലെ, കിൻഡല്. അതിൽ നമ്മൾ വലിയ ലോറിയിലൊക്കെ ഇത്ര കിലോ ഉണ്ടെന്നാണോ നമ്മൾ പറയാ? അല്ല, കിൻഡൽ കണക്കിൽ എന്നാ പറയാ അല്ലെ, അല്ലെങ്കിൽ 10 കണക്കിൽ നിന്നൊക്കെ നമ്മൾ സാധനത്തിനെ നമ്മൾ എന്ത് ചെയ്യും? സൂചിപ്പിക്കും കേട്ടോ. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്, പഠിക്കണം, ചോദിക്കും കേട്ടോ. മില്ലിഗ്രാം. അപ്പൊ 1 കിലോഗ്രാം എന്ന് പറയുന്നത് എത്ര മില്ലിഗ്രാം ആണ്? 10 ലക്ഷം മില്ലിഗ്രാം ആണ്. എത്ര ലക്ഷമാണ്? 10 ലക്ഷം മില്ലിഗ്രാം ആണ്. അടുത്ത് നോക്കിയേ മക്കളെ, 1 കിലോഗ്രാം എന്ന് പറയുന്നത് 1000 ഗ്രാം ആണ്. അത് നമുക്ക് എന്തായാലും അറിയായിരിക്കും അല്ലെ. 1000 ഗ്രാം ചേർന്നാണ് 1 കിലോഗ്രാം. അടുത്ത് നോക്കിക്കേ, 1 കിൻഡല് 100 കിലോഗ്രാം ആണ് കേട്ടോ. 1 കിൻഡൽ എന്ന് പറയുന്നത് 100 കിലോഗ്രാം ആണ്. ഇനി 1 ടൺ ആണെങ്കിൽ എന്താണ്? 1000 കിലോഗ്രാം ചേർന്നതാണ് 1 ടൺ എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് അടുത്ത് കൊടുത്തിട്ടുണ്ട്, അതിന്റെ ഇംഗ്ലീഷ് ആണേ. ഓക്കെ, ഇംഗ്ലീഷ് എന്താന്ന് നോക്കാം അല്ലെ. ദ യൂണിറ്റ് ഓഫ് മാസ് ഈസ് കിലോഗ്രാം. അറിയാം അല്ലെ, മാസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ്. സിമ്പിൾ ഈസ് എന്താണ്? കെ ജി ആണ്. ഇതിന്റെ സിമ്പിൾ എന്ന് പറയുന്നത് എന്താണ്? കെ ജി ആണ്. സിമ്പിൾ എന്ന് പറയുന്നത് എന്താണ്? കെ ജി ആണ്. അടുത്ത് നോക്കിയേ, ഡു വി നീഡ് യൂണിറ്റ് അതർ ദാൻ കിലോഗ്രാം ഫോർ മാസ്. അപ്പം നമ്മൾ കിലോഗ്രാം അല്ലാതെ മാസിന് വേണ്ടി പല തരത്തിലുള്ള യൂണിറ്റുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ ഗോൾഗേറ്റ് എടുത്തിട്ടുണ്ട്. ഇവിടെ ഏതാ കൊടുത്തേക്കുന്നത്? ജി ആണ്. ജി എന്ന് വെച്ചാൽ എന്താണ്? ഗ്രാം ആണ്. ഇവിടെ നമ്മളൊരു എന്തെടുത്തിട്ടുണ്ട്? ടാബ്ലറ്റ് എടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ടാബ്ലറ്റിന്റെ പാക്കറ്റിൽ കൊടുത്തേക്കുന്നത് എന്താണ്? mg, ഗ്രാം, മില്ലിഗ്രാം ആണ്. mg എന്ന് വെച്ചാൽ എന്താണ്? മില്ലിഗ്രാം ആണ് അവിടെ സൂചിപ്പിക്കുന്നത്. മില്ലിഗ്രാം ആൻഡ് ഗ്രാം ആർ ദ സ്മോളർ യൂണിറ്റ് ഓഫ് മാസ്. കിലോഗ്രാം ആണ് SI യൂണിറ്റ്. ഇനി ഇതിന്റെ തന്നെ സ്മോളർ യൂണിറ്റ്സ് ആണ്, അല്ലെങ്കിൽ ചെറിയ അളവുകളാണ് ഏത്? മില്ലിഗ്രാം എന്ന് പറയുന്നതും ഗ്രാം എന്ന് പറയുന്നതും. ഇനി 1 ഗ്രാം എന്ന് പറയുന്നത് എത്ര മില്ലിഗ്രാം ആണെന്ന് നോക്കിക്കേ. 1 ഗ്രാം എന്ന് പറയുന്നത് 1000 മില്ലിഗ്രാം ആണ്. എത്ര മില്ലിഗ്രാം ആണ്? 1000 മില്ലിഗ്രാം ആണ്. ഇനി അടുത്തൊരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കിൻഡൽ ആൻഡ് 10 ആർ ദ ലാർജ് യൂണിറ്റ് ഓഫ് മാസ്. അപ്പൊ നമുക്കറിയാലേ, ലോറിയിലൊക്കെ സാധനങ്ങളൊക്കെ കൊണ്ടുവരും. അപ്പൊ നമ്മളത് ഇത്ര ഗ്രാം ഉണ്ട്, ഇത്ര കിലോ ഉണ്ട് എന്നൊക്കെയാണ് പറയാ. അല്ല, ഇത്ര കിൻഡൽ ഉണ്ട്, അല്ലെങ്കിൽ ഇത്ര 10 കണക്സ് ഉണ്ട് എന്നാണ് നമ്മൾ പറയാ അല്ലെ. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു റിലേഷന്റെ ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം കേട്ടോ. അപ്പൊ നോക്കിക്കേ, 1 കിലോഗ്രാം എന്ന് പറയുന്നത് 10 ലക്ഷം മില്ലിഗ്രാം ആണ് കേട്ടോ. ഇനി 1 കിലോഗ്രാം എന്ന് പറയുന്നത് എത്ര ഗ്രാം ആണ്? 1000 ഗ്രാം ആണ്. 1 കിൻഡൽ എന്ന് പറയുന്നത് 100 എന്താണ്? കിലോഗ്രാം ആണ് കേട്ടോ. 1 ടൺ എന്ന് പറയുന്നത് എത്ര കിലോഗ്രാം ആണ്? 1000 കിലോഗ്രാം ആണ്. അപ്പൊ ഇത്രയും നമുക്ക് സിമ്പിൾ ആയിട്ട് നോക്കാൻ പറ്റിയ കാര്യമായിരുന്നു കേട്ടോ. ഇനി നമുക്ക് അടുത്തിലേക്ക് പോവാം. സമയത്തിന്റെ യൂണിറ്റ് ആണ് പറയുന്നത്. ഓക്കെ, സിമ്പിൾ ആണ് കേട്ടോ, നിങ്ങൾക്ക് അറിയായിരിക്കും. സമയത്തിന്റെ SI യൂണിറ്റ് എന്താണ്? സെക്കൻഡ് ആണ് കേട്ടോ. ഏത് ലെറ്റർ വെച്ച് സൂചിപ്പിക്കുന്നു? എസ് എന്ന് പറയുന്ന ലെറ്റർ വെച്ചാണ് സൂചിപ്പിക്കുന്നത്. അടുത്ത് നോക്കിയേ, ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. നോക്ക്, യൂണിറ്റ് മിനിറ്റ് അല്ലെ. 1 മിനിറ്റ് എന്ന് പറയുന്നത് എത്ര സെക്കൻഡാ? അത് നമുക്കറിയായിരിക്കും, 60 സെക്കൻഡ് ആണ് അല്ലെ. എത്ര സെക്കൻഡ് ആണ്? 60 സെക്കൻഡ് ആണ്. ഇനി 1 മണിക്കൂർ എന്ന് പറയുന്നത് എത്ര സെക്കൻഡ് ആയിരിക്കും? 1 മണിക്കൂർ എങ്ങനെ കണ്ടുപിടിക്കുക? എത്ര സെക്കൻഡ് ആണ് എങ്ങനെ കണ്ടുപിടിക്കുക? 60നെ 60 കൊണ്ട് ഇൻഡു ചെയ്താൽ മതി കേട്ടോ. അപ്പൊ എത്ര കിട്ടും? 3600 എന്ന് കിട്ടും. എത്ര കിട്ടുന്നത്? 3600. ഇനി ഇതിന്റെ ഇംഗ്ലീഷ് കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി വരാവേ. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഡിഫറെന്റ് യൂണിറ്റ്സ് ഓഫ് ടൈം. The SI unit of a time is a second. Its symbol is S. ഇതിന്റെ സിമ്പിൾ എന്ന് പറയുന്നത് എന്താണ്? S ആണ്. അറിയാലേ, ഇതിന്റെ സിമ്പിൾ എന്ന് പറയുന്നത് S ആണ്. യൂണിറ്റ് SI യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ആണ്. ഇനി അടുത്ത് നോക്കിക്കേ, 1 മിനിറ്റ് എന്ന് പറയുന്നത് എത്ര സെക്കൻഡ് ആണ്? 60 അല്ലേ. ഇവിടെ യൂണിറ്റും റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെക്കൻഡ്, എന്താണ് സെക്കൻഡുമായിട്ടുള്ള റിലേഷൻ എന്ന് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഇനി അവർ എന്ന് പറയുന്നത് എത്ര സെക്കൻഡ് ആണെന്ന് എങ്ങനെ കണ്ടുപിടിക്കുക? 60 × 60, 6 36 ആണ്. 2 0 കൂടെ ചേർത്ത് കൊടുത്താൽ നമുക്ക് എത്ര സെക്കൻഡ് ആണെന്നുള്ള സിമ്പിൾ ആയിട്ട് കിട്ടും. അടുത്ത ഭാഗമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം കേട്ടോ. അപ്പൊ താങ്ക് യു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.